ആ വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാർ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളങ്ങനെ നമ്മൾ വേറെ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ചിട്ട് നമ്മളങ്ങനെ ഫിഷിങ്ങിന് നിൽക്കുകയാണ്. എവിടെ വെച്ചാൽ നമ്മളിന്ന് കാരാപ്പുഴയ്ക്കാണ് ഫിഷിങ്ങിന് നിൽക്കുന്നത് വെച്ചാൽ നമ്മളിവിടുത്തെ പുഴയിലെത്തിയിട്ടുണ്ട്. നമ്മൾ കാണിച്ചത് അവിടുത്തെ കണ്ടോ, ഇതാണ് നമ്മളെ മീൻ പിടിക്കാൻ വന്ന ലൊക്കേഷൻ. നമ്മൾ വലിയത് പ്രതീക്ഷയൊന്നുമില്ല മീനൊക്കെ കിട്ടുമെന്ന്, നോക്കിയൊക്കെ എന്തായാലും. നമ്മൾ മാവ് കൊളുത്തിയത് ഇപ്പോൾ വെള്ളത്തിൽ കയറിയാൻ പോവാണ്. കണ്ടിരുന്നോ? എവിടാ അവിടെ കിട്ടുന്നുണ്ട്. അടിയോ എന്തിയോ കിൽക്കാൻ വേണ്ടേ? കേട്ടോ കിൽക്കെടുത്തുണ്ട്. തരണോ? തോന്നി മാവ് പോയിണ്ടാവോ? കിൽക്കത് ഈ തട്ടത്തിട്ടെടുക്കുക. മീന് അഥവാ അടിക്കുകയാണെങ്കിൽ ഇത് നല്ല ഇങ്ങനെ കുലുങ്ങണ കഴിക്കും. ഇടക്കലാണ് ഇതാട്ടെ ഇതിനെ മാവ് ഇതാണ്. എന്താ കോഴിത്തീറ്റ? കോഴിത്തീറ്റ, പൈനാപ്പിള്, എസൻസ്, ഇതാ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പുതിർത്തിയിട്ടാണ് ആ കൊക്കിയിലൊക്കെ ചേർത്തിട്ട് എറിയണത്. ഉണ്ടായി മാവ് ആ കൊക്കിയിലിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റാണ് ആ കൊക്കിയിൽ കുടുക്കി വെക്കുക. സൂക്ഷിച്ച് ചെയ്യാനൊക്കെ പറഞ്ഞു ചെയ്യണവര്. കൊക്കി കൊളത്തി കഴിഞ്ഞാൽ ഞാൻ ഇത്ര വ്യക്തിയല്ല. അറിഞ്ഞോ? ഇത് നല്ല ലോങ് പോയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തായിട്ടാണ് പോയിട്ടുള്ളത്. കിണിയോടെ? കിണിയോ മണിയോ? എന്ത് ലൂസാണ്ടാ. ഇപ്പോൾ തട്ടേൻ്റെ തീറ്റ നമ്മൾ മിക്സാക്കാൻ പോവുകയാണ്. ആ തീറ്റല്ലത് തയ്യൂല. അപ്പോൾ നമ്മളൊന്നും കൂടി കുഴയ്ക്കാൻ പോവുകയാണ്. നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. കുറച്ചുകൂടി അവിടെ പോയിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മൾ വന്ന വഴിയൊന്ന് കാണിച്ചു തരാം. എന്താ ഇതാട്ടോ വഴി. ഇത് മെയിൻ റോഡാണ്. ഈ മുളക്കോട്ടല്ലേ, മുളക്കോട്ടിന് മേലത്തെയാണ് മെയിൻ റോഡ് ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ താഴത്തൊരു വഴി ഉണ്ടാവും. ഇത് വേപ്പാടിയിൽ നിന്ന് അമ്പലവയൽ പോണ ആ ബസ്സിലാണ് നമ്മൾ കയറിയത്. ആ ബസ്സിലാണ് നമ്മൾ വന്നത്. ബസ് ഇതാ ഇവിടം വരെയൊക്കെ ഈ കൂടെയൊക്കെ പോവും. ഇതിൽ കൂടെയാണ് അമ്പലവയലിലേക്കൊക്കെ പോവുക. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഇവിടുന്ന് ചെറിയ ഒരു പാലം പോലെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആ പാലൊക്കെ ഫുള്ളും വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. നല്ല വ്യൂ ഉള്ള സ്പോട്ടാണ് വെച്ചാൽ. നമ്മൾ ചൂരമല ഉണ്ടാകുമ്പോഴായിരുന്നു മീൻ പിടിക്കാനൊക്കെ പോകേണ്ടത്. ചൂരമല നമ്മൾ മീനൊക്കെ പിടിക്കണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ച് നമ്മൾ ചെക്കന്മാരൊക്കെ ഇറങ്ങിയാണ് മീൻ പിടിക്കാൻ. വെറുതെ പോയിട്ടല്ല വെറുതെങ്കിലും പോയിട്ടല്ല കറക്റ്റ് വന്നാണ്. മീൻ കിട്ടുമോയെന്ന് നമുക്കറിയില്ല. നമ്മളേതായാലും കൊക്കി ലെങ്കീസൊക്കെ ആക്കിയിട്ട് ഇട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അവർക്ക് മീൻ കിട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് നോക്കിയൊക്കെ പോയിട്ട്. നമുക്കിനി നമ്മൾ രണ്ടെണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒന്ന് അപ്പുറത്തൊന്നും ഇട്ടിട്ടുണ്ട്. അതിന് അടിച്ചില്ല. എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു. അവൾ ഈ കാരപ്പുഴയൊന്നും വലിയ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം അവർ കിട്ടിക്കുന്ന അവർ നല്ല വലിക്കുന്നുണ്ട്.
ഇവർക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ വലിയ മീനുണ്ടോ? വലിയ മീനൊക്കെ അങ്ങനെ പിടിക്കാൻ പാടില്ല. അത് പിടിച്ച് നേക്കിലും ഒറ്റ വലി അങ്ങോട്ട് കാണിച്ചു. അതന്നെ കണ്ണ് വെച്ചതിന് പിന്നെ അത് കിട്ടൂല. കരിമീനെ കിട്ടിയെന്ന് കാണിച്ചത്. ഇത്ര 4 എണ്ണം 5 കരിമീനെ കിട്ടിയാണ്. നേരിട്ട് കാണുമല്ലോ. എമ്മ വലിയ മീനല്ലേ. നമുക്കെന്തായാലും നമുക്ക് അത്ര വലിയ മീനൊക്കെ കിട്ടിയാൽ മതി വെച്ചാൽ. ചെറിയ മീനൊന്നും വേണ്ട അല്ലേ? വേണ്ട. ഇവിടെ മറ്റേ അങ്ങനെ റോൾ ചെയ്യണ ചൂണ്ട ഇവിടെയുണ്ട്. 2 വെച്ചിട്ടുണ്ട്. സ്റ്റിക്കല്ലേ, സ്റ്റിക്ക് ചൂണ്ട അടച്ചിട്ടുണ്ട്. നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അവരുടെ സ്ഥലത്ത് കൊണ്ടയച്ചാൽ അവർ പോവില്ലേ. എമ്മ വലിപ്പില്ല സാധന. മീനിൻ്റെ തീറ്റ കൊടുക്കുന്നത്. നമ്മളിവിടെ ഇട്ട ഇതെടുത്ത് അത് തീറ്റൊക്കെ പോയിട്ടുണ്ട്. ഒന്നുകൂടിയോ മാവൊന്ന് അതിൽ ഉണ്ട ആക്കിയിട്ട് ഒന്നുകൂടി എറിയണം. നല്ല തണലിൽ നല്ലൊരു മരം കിട്ടിയിട്ടുണ്ട്. തരണോ? ഒന്നവിടെ ഇരുന്നുണ്ട്. ഈ ഒരു മീൻ കിട്ടുട്ടോ. ചിലപ്പോൾ നമ്മളങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് കുറേ നേരമായി. പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു 3:30 ആ സമയത്തായിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ചിലപ്പോൾ മീൻ പിടുത്തം അങ്ങനെ നിർത്തുകയാണ്. ചിലപ്പോൾ നിർത്തും, ഒരു കുറച്ച് നേരം കൂടി ഇടും. അവിടെ പോയി നോക്കിയതാ വീട്. പിലോപ്പിയാണ്. കരിമീൻ പിലോപ്പിയല്ലേ. ചിലപ്പോൾ നമ്മളങ്ങനെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും മീനൊന്നും കിട്ടിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ മീൻ കിട്ടി, നമുക്ക് മാത്രം കിട്ടിയില്ല. നമ്മൾ രാവിലെ തൊട്ട് വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് വരെ കിട്ടിയില്ല. അവിടെ നിൽക്കുന്ന ഏട്ടന്മാരൊക്കെ ഉച്ചയ്ക്ക് വന്നായിരുന്നു. അവർക്കാണെങ്കിൽ കുറേ കരിമ്പിലോപ്പി ആ സാധനങ്ങളൊക്കെ കിട്ടി. നമുക്ക് മാത്രമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.